ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2025 ആണ്ടിലെ വലിയ നോമ്പ് ആചരണത്തിൻ്റെ തുടക്കം ചാമ്പൽ ബുധനാഴ്ച പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാവുന്നുവല്ലോ. ഈ ആരാധനയിൽ, നോമ്പ് ആരാധനയിൽ, പ്രാരംഭ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സമയം വേർതിരിച്ച് പ്രത്യേക പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട് കടന്നു വന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുറന്നുള്ള ദിവസങ്ങളിൽ നോമ്പുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന എല്ലാ പ്രാർത്ഥനകളും ആരാധനകളും ശുശ്രൂഷകളും നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഇപ്രകാരം സന്ധ്യയിൽ ആരാധന ഇവിടെ ഉണ്ട് എന്ന് വികാരിയച്ഛൻ പറഞ്ഞു. അത് അന്നേരം ഞാൻ ഓർത്തു, എന്നാൽ ഇവിടെ നോമ്പ് ആരാധന ഇവിടെ കൂടിയിട്ട് പോകാം എന്ന് വിചാരിച്ചു. സാധാരണ നോമ്പ് രാവിലെ ഏതെങ്കിലും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. ഇന്ന് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നിങ്ങളോടൊത്ത് നമുക്ക് ഒരുമിച്ച് ഈ നോമ്പ് ആരാധനയിൽ, പ്രാരംഭ ആരാധനയിൽ പങ്കുചേരുവാനിടയാകുന്നതിൽ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നോമ്പ് നമ്മളെ സംബന്ധിച്ച്, സേസേക്കാരെ സംബന്ധിച്ച് അത്രമാത്രം പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതായിരിക്കും എൻ്റെ ശരി. എന്നാൽ സഭ അതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. നോമ്പും പ്രാർത്ഥനകളും ഹോസന്ന ഞായറാഴ്ചയും വലിയ വെള്ളിയാഴ്ചയും സഹവ്യാഴവും വലിയ വെള്ളിയാഴ്ചയും ഉയർപ്പ് ഞായറും സ്വർഗാരോഹണവും എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു, സഭ ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് രീതിയിലുള്ള അതിൻ്റെ ആവശ്യം വേണ്ടുന്ന അതിനോട് യോജിച്ച തിരുവചന വേദഭാഗങ്ങൾ പ്രത്യേകമായി സഭ കലണ്ടറിൽ നൽകിയിട്ടുമുണ്ട്. അത് നമ്മുടെ രീതിയാകുന്നു. കാരണം വളർന്നു വരുന്ന തലമുറ, ചെറിയ തലമുറകൾ ഈ കാര്യം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ യേശു ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്നുവെന്നും അത് മനുഷ്യരാശിയെ രക്ഷിപ്പാനാണെന്നും യേശുവാണ് ഏകരക്ഷകനെന്നും മനുഷ്യൻ്റെ ആത്മീക രക്ഷ അല്ലെങ്കിൽ നിത്യരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് അവൻ്റെ പാപങ്ങളിൽ നിന്നുള്ള വിടുതലാണെന്നും പാപം മനുഷ്യനെ അശുദ്ധനാക്കുന്നു, ദൈവം വിശുദ്ധനാണെന്നും വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ യോഗ്യത ഒന്നേ ഉള്ളൂ എന്നും അത് വിശുദ്ധിയാണെന്നും അത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണെന്നും യേശു മാത്രമാണ് രക്ഷകൻ, യേശു ഏകരക്ഷകൻ എന്ന് അടിവരയിട്ട് പറയുന്ന ആ ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അത് നമ്മുടെ വളർന്നു വരുന്ന ചെറിയ തലമുറകളിൽ വിശ്വാസമായിട്ട് പരിണമിപ്പാൻ ഇപ്രകാരമുള്ള ഈ നോമ്പ് ആചരണങ്ങൾ മുഖാന്തരമായി തീരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഓർമ്മ ഇല്ലാതെ പോവുകയും അത് അർത്ഥമില്ലാത്ത ഒരു രീതിയിലേക്ക് അത് പോവുകയും ചെയ്യും. അതിനിട വരാതിരിക്കാൻ വേണ്ടിയാകുന്നു തീർച്ചയായിട്ടും സഭ ഇപ്രകാരം ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. അത് വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ആളുകളുണ്ട്, അത്രമാത്രം പ്രാധാന്യമില്ലാതെ കാണുന്ന ആൾക്കാരുമുണ്ട്. നോമ്പെന്ന് പറയുമ്പോൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നമ്മൾ വെടിഞ്ഞ്, ഇറച്ചി, മീനോ അതുപോലെ തന്നെ മറ്റ് പോഷകമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വെടിഞ്ഞ് നിശ്ചിത ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാനും വചനം വായിപ്പാനുള്ള സമയം പറഞ്ഞിരിക്കുന്ന സ്വഭാവമുണ്ട്. ചിലയിടങ്ങളിൽ പ്രത്യേക വേദപുസ്തക പാരായണ പരമ്പരകൾ തന്നെ ക്രമീകരിക്കാറുണ്ട്. അതെല്ലാം ദൈവവുമായിട്ട് പുത്തൻ തലമുറയെ ചേർത്ത് നിർത്താനുള്ള സഭയുടെ ക്രമീകരണങ്ങളാവുന്നു. അത് ഓരോരോ സഭകളും ചെയ്തു വരികയും ചെയ്യുന്നു. നിങ്ങളിൽ പലരും നോമ്പ് ആചരിക്കുമ്പോൾ ഒരുപക്ഷെ ഇറച്ചിയോ മീനോ അതുപോലുള്ള വലിയ വലിയ പദാർത്ഥങ്ങൾ, പോഷണ മൂല്യങ്ങൾ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അത് നല്ല കാര്യമാണ്. ഉപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഭക്ഷണം ഉപേക്ഷിക്കുന്നവനും ദൈവത്തെ സ്തുതിക്കുന്നു, ഭക്ഷണം ഉപേക്ഷിക്കാത്തവനും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളതാണ് എൻ്റെ കാതലായ സംഗതി. അതുകൊണ്ട് ഒരു മനുഷ്യൻ, ഞാൻ ചില ക്രമീകരണങ്ങളിലൂടെ ദൈവത്തെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അടുത്തു വരുന്നു, വേർതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ അവന് ഇരിക്കട്ടെ, അവർക്കിരിക്കട്ടെ, അത് അവർക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇല്ല, ഞാൻ അതൊന്നും നോക്കുന്നില്ല, ഞാൻ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ പ്രത്യേകമായി സമയം വേർതിരിച്ച് ദൈവവചന ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വേർതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും അവർക്ക് അനുഗ്രഹമായി തീരട്ടെ, അവരും ദൈവത്തെ സ്തുതിക്കട്ടെ. അതുകൊണ്ട് പ്രത്യേകമായി തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ ദിവസങ്ങൾ, സാധാരണ വലിയ നോമ്പ് 50 നോമ്പെന്നാണ് പറയുന്നത്. നമ്മൾ കൂട്ടി നോക്കിയാൽ 50 എത്തത്തില്ല. കാരണം ഇന്ന് ബുധനാഴ്ചയാണ് ആരംഭിക്കുന്നത്. 50 എത്തണമെങ്കിൽ അത് ഞായറാഴ്ച തൊട്ട് ആരംഭിച്ചാലേ പറ്റത്തുള്ളൂ. പിന്നെ ഇടയ്ക്കുള്ള 1-2 ദിവസങ്ങളിൽ ഒഴിവാക്കിയാൽ, കടമുള്ള ദിവസമൊന്നും അല്ലെങ്കിൽ ഞായറെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയാൽ 40 ദിവസമാണ് നമ്മുടെ 40 നോമ്പെന്നും ഇതിന് പറയാറുണ്ട്.
അതുകൊണ്ട് ഏതാണെങ്കിലും ചാരബുധൻ അല്ലെങ്കിൽ ക്ഷാരബുധൻ മുതൽ ചാമ്പൽ ബുധനാഴ്ച മുതൽ ഉയർപ്പ് ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളാണ് സാധാരണ നമ്മൾ നോമ്പായിട്ട് ആചരിക്കുന്നത്, പ്രത്യേകമായി വേർതിരിക്കുന്നത്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം ഇത്രയുമാണ്. സാധാരണ കവിഞ്ഞ ഒരു പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കാനും സാധാരണ കവിഞ്ഞ് വേദോസം വായിക്കാനുള്ളൊരു സമയമായിട്ട് നമ്മൾ എടുക്കണം. വീഴ്ചകൾ, കുറവുകൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ആരാധനയിൽ പറഞ്ഞു കേട്ടതുപോലെ, നമ്മൾ അപേക്ഷിച്ചതുപോലെ കുറവുകൾ, വീഴ്ചകൾ അനവധിയാണ്. അത് ഓർക്കാനും അത് ഏറ്റുപറയാനുമുള്ള അവസരമായി ഇത് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യെശയ്യാപ്രവചനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം. യെശയ്യാപ്രവചനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അങ്ങ് ഈ ലോകത്തിൽ ഞങ്ങളെ തേടി വന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച, മനുഷ്യരെ സ്നേഹിച്ച മഹാസ്നേഹം മൂലം അവിടുത്തെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഞങ്ങളെ രക്ഷിപ്പാൻ, ഞങ്ങളുടെ പാപക്കറകളെ നീക്കുവാൻ അങ്ങ് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിനായ സ്തോത്രം. അത് ഒരിക്കൽ കൂടെ ഓർക്കുവാൻ, ധ്യാനിക്കുവാൻ, ഞങ്ങളെ തന്നെ അങ്ങയുടെ തിരുമ്പാകെ വിനയപ്പെടുത്തുവാൻ, അങ്ങയോട് ഒരു പടി കൂടി അടുത്ത് വരുവാനുള്ള അവസരമാക്കി ഈ നോമ്പ് കാലഘട്ടങ്ങളെ തീർക്കണമേ. അല്പസമയം അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്ന വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം. അടിയും പറയുന്ന അപ്പുറമായ ആഴങ്ങളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണമേ. മഹത്വത്തിൽ അങ്ങ് മാത്രം എടുക്കണം. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. യെശയ്യാപ്രവചനം 1-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ പ്രത്യേകിച്ച് അതിൽ പ്രതിപാദിക്കുന്ന കാര്യം എന്നുള്ളത് നമ്മൾ ഇന്ന് ഒരുപക്ഷെ നോക്കുന്ന ആ കാര്യങ്ങൾക്കൊക്കെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ദൈവം പ്രവാചകങ്ങളിലൂടെ നൽകുന്നത്. ഇവിടെ ചില ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, ശബത്ത് ആചരിക്കുന്നത് ഇഷ്ടമല്ല എനിക്ക്, നിങ്ങൾ യാഗം കഴിക്കുന്നത് ഇഷ്ടമല്ല, നിങ്ങൾ ഉത്സവങ്ങൾ ആചരിക്കുന്നത് ഇഷ്ടമല്ല. ആരാണ് നിങ്ങളോട് അതൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞത്? വ്യർത്ഥമായുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഇസ്രായേൽ മക്കളെ അല്ലെങ്കിൽ യഹൂദ മക്കളെ, ദൈവമക്കളെ ശാസിക്കുന്ന, അവരുടെ കുറ്റങ്ങളെ എടുത്തു പറയുന്ന, അവരുടെ പോരായ്മകളെ എടുത്തു പറയുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണാൻ സാധിക്കും. വചനങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. നിങ്ങൾ അർപ്പണങ്ങൾ അർപ്പിക്കുന്നത് അതങ്ങനെ കൊണ്ടുവരരുത് എന്ന് പറയുന്നത് കാണുവാൻ സാധിക്കും. അർപ്പണങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞ ദൈവമാണ്, യാഗങ്ങൾ അർപ്പിക്കണമെന്ന് പറഞ്ഞ ദൈവമാണ്, ഉത്സവങ്ങൾ ആചരിക്കണമെന്ന് പറഞ്ഞ ദൈവമാണ്, ശബത്തുകൾ പ്രമാണിക്കണമെന്ന് പറഞ്ഞ ദൈവമാണ്. ഇതെല്ലാം പറഞ്ഞിവിടെ അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ പ്രമാണങ്ങൾ കൊടുത്ത ദൈവം, ആ ദൈവത്തിൻ്റെ ശബ്ദമായി യെശയ്യാവ് ഇവിടെ പറയാണ്, വേണ്ട വേണ്ട ഇതാരാ നിങ്ങളോട് ചോദിച്ചു. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഇതെന്താണ് ഈ പ്രവാചകൻ പറഞ്ഞു വരുന്നത്, എന്താണ് ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന്. പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ്. ആദ്യമേ യാഗം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതും ശബത്ത് ആചരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതും എല്ലാം ശരിയാണ്. ഇതാ വേണ്ട, ഇതെന്താണ് എന്ന് ചോദിക്കുന്നതും ശരിയാണ്. അവിടെ ഇടയ്ക്കൊരു വാക്കുണ്ട്, വ്യർത്ഥമായ കാര്യങ്ങൾ, വ്യർത്ഥമായ ശബത്ത് ആചരണങ്ങൾ, വ്യർത്ഥമായ പെരുന്നാൾ ആചരണങ്ങൾ, വ്യക്തമായിട്ടുള്ള ഉത്സവങ്ങൾ, വ്യർത്ഥമായിട്ടുള്ള കാഴ്ച അർപ്പണങ്ങൾ, അത് വ്യർത്ഥമാണ്. ദൈവം പറഞ്ഞത് അർത്ഥപൂർണമായി ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളിപ്പോൾ അത് അർത്ഥപൂർണമാകുന്നില്ല, അർത്ഥമില്ലാത്തതാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. വ്യർത്ഥമായിട്ട് നിങ്ങളുടെ കാഴ്ചകൾ കൊണ്ടുവരും. അതുകൊണ്ട് പറയുന്നു, വ്യർത്ഥമായിട്ടുള്ള നിങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ എനിക്കിഷ്ടമല്ല, അത് ഞാൻ വെറുക്കുന്നു എന്ന് പറയുന്നു. ഇത് പുറമെ സഭയിൽ വരാത്ത, പള്ളിയിൽ വരാത്ത, ദേവാലയത്തിൽ വരാത്ത ആൾക്കാരെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേവാലയത്തിൽ വരികയും ആരാധനയിൽ പങ്കെടുക്കുകയും ഈ പറഞ്ഞ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ്, വിശ്വാസ സമൂഹം എന്ന് പറയുന്ന സഭാമക്കളെക്കുറിച്ച് തന്നെയാണ് ഇവിടെ യെശയ്യാപ്രവാചകൻ പറഞ്ഞത്, സൂചിപ്പിച്ചത് ദൈവത്തിൻ്റെ അരുളപ്പാടായി. അതുകൊണ്ട് ഞാൻ ആദ്യം ദൈവം ഉദ്ദേശിച്ച ആ അർത്ഥപൂർണമായിട്ടുള്ള ചെയ്തികൾ, അർപ്പണങ്ങൾ, ഉത്സവങ്ങൾ, ആചരണങ്ങൾ, അതിൻ്റെ അർത്ഥത്തിലേക്ക് തിരികെ വരണം എന്ന് ഇവിടെ യെശയ്യാവ് പ്രഖ്യാപിക്കുകയാണ്. അതിന് തടസ്സമായി വരുന്നത്
വേറെ ഒന്നുമല്ല, പാപമാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങളെ കഴുകി വെടിപ്പാക്കും. നിങ്ങളെ കഴുകി വെടിപ്പാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, യഥാർത്ഥത്തിൽ ദൈവം ഉദ്ദേശിച്ച ശുദ്ധീകരണം, ആന്തരികമായ ഒരു ശുദ്ധീകരണം, ആന്തരികമായൊരു മാറ്റം, ആന്തരികമായൊരു സമർപ്പണം ഇല്ലാതെയാണ് ഈ അർപ്പണങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നത്. അതിന് മറ്റനേക ഉദാഹരണങ്ങൾ പ്രവാചക പുസ്തകങ്ങളിൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ, അതുപോലെ തന്നെ മറ്റ് വേദഭാഗങ്ങളിലും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം സൂക്ഷ്മമായി നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, എന്താണോ ദൈവം ഉദ്ദേശിച്ചത്, ആന്തരികമായി ഉദ്ദേശിച്ചത്, അതിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി എന്നുള്ളതാണ്. നമുക്കറിയാം, യാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് പാപയാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, യാഗം അർപ്പിക്കുമ്പോൾ മൃഗത്തിൻ്റെ തലമേൽ ഈ യാഗം ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം കൈവെക്കണം. കൈവെക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ പാപമെല്ലാം ആ മൃഗത്തിന്മേൽ ആകുകയാണ്. ഈ മനുഷ്യൻ മരിക്കുന്നതിന് പകരം ആ മൃഗത്തെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് പാപത്തിന്മേൽ. അങ്ങനെ ആ മൃഗം മരിച്ചു കഴിയുമ്പോൾ, യാഗമായിട്ട് തീർന്നു കഴിയുമ്പോൾ, യാഗം കഴിക്കുന്ന ആർക്ക് വേണ്ടി യാഗം കഴിച്ചോ അയാൾ ശുദ്ധിയുള്ളവനായിട്ട് തീരുകയാണ്, വിശുദ്ധനായി തീരുകയാണ്. അതാണ് എൻ്റെ സങ്കല്പം, അല്ലെങ്കിൽ അതാണ് അവിടെ സംഭവിക്കുന്നത്. അത് ആദ്യം അങ്ങനെ സംഭവിച്ചിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. ധാരാളം യാഗങ്ങൾ കഴിച്ചതായിട്ട് വേദോസ്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം യാഗം കഴിക്കാതെ, രക്തചിന്താതെ, രക്തം കൂടാതെ ഒരു മനുഷ്യന് ശുദ്ധിയുള്ളവനായിട്ട് തീരാൻ സാധിക്കുകയില്ല എന്ന് വേദോസം അസന്നിഗ്ധമായിട്ട് പറയുന്നു. അതുകൊണ്ട് അത് ആന്തരികമായിട്ട് സംഭവിക്കുകയാണ്, ബാഹ്യമായിട്ടൊരു പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നതെങ്കിലും അതിലൂടെ വെളിപ്പെടുന്നത് എൻ്റെ ശുദ്ധീകരണമാണ്, അല്ലെങ്കിൽ ആരാണോ യാഗം കഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശുദ്ധീകരണമാണ്. പിന്നീട് ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ടാണ് ആ മനുഷ്യൻ ദേവാലയത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്. യാഗത്തിന് ശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിലേക്ക് തിരികെ പോകുന്ന ഒരു പുതിയ മനുഷ്യനായി, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രമാണിച്ച്, അങ്ങനെ ദൈവത്തിൻ്റെ ആ വ്യവസ്ഥകൾക്കനുസരിച്ച് വന്ന ആ മനുഷ്യൻ ദൈവഹിത പ്രകാരമുള്ള ശുദ്ധിയുള്ള ഒരു മനുഷ്യനായിട്ട് പോവുകയാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ളതാണ്. യാഗങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ശുദ്ധീകരണം, ആന്തരിക ശുദ്ധീകരണം നടക്കുന്നില്ല. കാരണം ആ യാഗം കഴിക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സ് പലപ്പോഴും അശുദ്ധമായി തീർന്നിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. അതിനെക്കുറിച്ച് വിവരിച്ച് പറയാനുള്ള സമയമില്ലല്ലോ. അതുകൊണ്ട് ആ അശുദ്ധി മാറാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ യെശയ്യാവ് പറയാണ്, പ്രവാചകൻ പറയാണ്, നിങ്ങളെ കഴുകി വെടിപ്പാക്കും. ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം. ഒരു പക്ഷേ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് മനഃപ്പാഠം അറിയാവുന്ന കാര്യമായിരിക്കാം. അത് വായിക്കാനും ഓർത്തിരിക്കാനൊക്കെ വളരെ നല്ല രീതിയിലാണ്, അതിൻ്റെ രസകരമായ ഭാഷയിലാണ് അവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവസാനത്തൊരു ചാൻസ് കൊടുക്കുന്ന പോലെ അതിൻ്റെ ആ ഖണ്ഡികയുടെ അവസാനം വരുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. കാരണം നിങ്ങളത് വരണം, നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് പറഞ്ഞ് എത്ര വലിയ കൊടും പാപമാണെങ്കിലും ഞാനത് നിങ്ങളെ ശുദ്ധീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതനുസരിച്ച് വരണം എന്ന് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഖണ്ഡിക അവസാനിക്കുക. ഒരു അവസാന ചാൻസും കൂടെ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്ന പോലെ നമുക്കവിടെ തോന്നിപ്പോകും. അതിൻ്റെ കാതലായ സംഗതി നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ആ ഒരു പഴയ നിയമത്തെ കാലഘട്ടം കഴിഞ്ഞു. യാഗങ്ങളുടെ വഴിപാടുകളെ, ആ പ്രത്യേകമായ രീതിയിലുള്ള അനുഷ്ഠാനങ്ങളുടെ ആചാരങ്ങളുടെ കാലം കഴിഞ്ഞു. പുതിയ നിയമത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ന് യേശുക്രിസ്തു മൂലം ഞാൻ നിങ്ങൾ ക്രിസ്ത്യാനികളായി തീർന്നിരിക്കും. അന്ന് ഇസ്രായേൽ മക്കൾ ആരാധിച്ച അതേ ദൈവത്തെ തന്നെയാണ് ഇന്ന് നമ്മളും ആരാധിക്കുന്നത്. മറന്നു പോകരുത്, അന്ന് ഇസ്രായേൽ മക്കൾ ആരാധിച്ച അതേ ദൈവത്തെ തന്നെയാണ് ഇന്നും നമ്മൾ ആരാധിക്കുന്നത്. നമുക്ക് ആ ദൈവത്തെ നേരിട്ട് ആരാധിക്കാൻ പറ്റത്തില്ല, നേരിട്ട് ദൈവത്തിന് ചെല്ലത്തില്ല. അതുകൊണ്ട് കർത്താവ് തന്നെ, ദൈവപുത്രൻ തന്നെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ഞാൻ മൂലമല്ലാതെ ആരും ഈ വിശുദ്ധനായ പിതാവിനടുക്കൽ എത്തുന്നില്ല. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം മാത്രമേ ഈ വിശുദ്ധനായ ദൈവത്തെ അടുത്തേക്ക് നമുക്ക് സമീപിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവിടെയും പ്രധാനപ്പെട്ട സംഗതി വിശുദ്ധീകരണമാണ്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ യഹോവയാകുന്ന ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാനുള്ള മാനദണ്ഡം വിശുദ്ധിയാണ്. ഞാൻ വിശുദ്ധനായിരിക്കണം, നിങ്ങളും വിശുദ്ധരായിരിക്കും. അതിന് ഇസ്രായേൽ മക്കൾ അനുഷ്ഠിച്ച് അവർ ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്ന് പറയുന്നത് യാഗങ്ങളാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതേ ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ നമ്മൾ ചെല്ലണമെങ്കിൽ അവിടെയും മാനദണ്ഡം ഒന്ന് തന്നെ, വിശുദ്ധി ക്രിസ്തുവിലൂടെ മാത്രം. യേശു എൻ്റെ പാപത്തിന് വേണ്ടി യാഗമായി തീർന്നു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, എൻ്റെ ശിക്ഷ അവൻ വഹിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ,
അതിനനുസരിച്ചുള്ള ആ വിശുദ്ധിക്കനുസരിച്ചൊരു ജീവിതം നമ്മൾ തുറന്നു നടത്തുമ്പോൾ അതിൽ പ്രസാദം തോന്നുന്നു ദൈവം നമ്മെ അവൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്നു, ചേർത്ത് നിർത്തുന്നു എന്ന് നമ്മൾ മറന്നു പോകും. മുമ്പ് കാലഘട്ടങ്ങളിൽ നമുക്ക് അതിനുള്ള അവസരമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങളെ കഴുകി വെടിപ്പാക്കുകയും, നമുക്കറിയാം ഇന്നിപ്പം ഈ എന്താ പറയുക, വാഷിംഗ് മെഷീൻ്റെ അകത്ത് കിട്ടുന്ന കാരണം നമുക്ക് അതിൻ്റെ കഴുകൽ പ്രക്രിയ ഒരുപക്ഷെ നമുക്ക് അറിയത്തില്ലായിരിക്കും. ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷേ ഇത് ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക്, പുത്തൻ തലമുറയ്ക്ക് അറിയാൻ പാടാണ്. കാരണം അവർ ജനിച്ച് വീണപ്പോൾ തന്നെ ഈ വാഷിംഗ് മെഷീൻ കണ്ടുകൊണ്ടാണ്. അല്ലെ അലക്ക്, കല്ല്, സോപ്പ് തേക്കല് എന്നൊക്കെ പറയുന്നത്, ഉരുമ്പല് എന്നൊന്നും പറയുന്നു അവർക്ക് മനസ്സിലാകത്തില്ല. നമുക്കറിയാം തുണികൾ എത്രമാത്രം ശ്രദ്ധിച്ചാണ് തുണി കഴുകുന്നവർ അലക്കുന്നത്. ഒരു തവണ കഴുകി നോക്കി പോയില്ല, ഒന്നിലൊന്നിടെ കഴുകി നോക്കി നോക്കും, പലതവണ കഴുകി വെടിപ്പാക്കുകയാണ്. പഴയ അവസ്ഥയിലേക്ക് ആ വസ്ത്രത്തെ തിരികെ കൊണ്ടുവരികയാണ്. ചെളികളെല്ലാം മാറ്റുക, കറകൾ, ചുരുക്കങ്ങളെല്ലാം മാറ്റുകയാണ്. ആ വസ്ത്രത്തിൻ്റെ ഒറിജിനൽ അവസ്ഥയിലേക്ക്, വിശുദ്ധിയുടെ അവസ്ഥയിലേക്ക്, വെണ്മയിലേക്ക് തിരികെ കൊണ്ടുപോവുക. അതിനുള്ള പരിശ്രമമാണ്. അതുതന്നെയാണ് ഇവിടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ കഴുകി വെടിപ്പാൻ. നോമ്പ് അവസരം എന്താണ്? ഓരോ ദിവസം എന്ത് ചെയ്യാനാണ്? നമ്മുടെ ജീവിതമാകുന്ന അങ്കി എന്ത് ചെയ്യുക? അലക്കി വെളുപ്പിക്കുക. അല്ലേ, അലക്കി വെളുപ്പിക്കുകയാണ്. സോപ്പ്, ചാരം അല്ലെങ്കിൽ അതിനുള്ള സംഗതി, ഡിറ്റർജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ വചനമാണ്. ഇന്നത്തെ കൽപ്പനകളാണ്. കൽപ്പനകളുമായിട്ടാണ് ഇതൊന്ന് ഒത്തുനോക്കുകയാണ്. അത് അപ്പം നോക്കി വരുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന എല്ലാം എന്ത് ചെയ്യുക? മാറ്റിക്കളയും. അങ്ങനെയാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് വരിക. നോമ്പ് അവസരങ്ങൾ അങ്ങനെയുള്ള അവസരമാണ്. അതിന് നിങ്ങൾ വേർതിരിക്കണം എന്ന് ഞാൻ സമയത്ത് പ്രാർത്ഥിക്കും. ഓരോ ദിവസവും പ്രാർത്ഥന വരുമ്പോൾ ഇന്നത്തെ നോമ്പാരാധന പ്രാർത്ഥന വളരെ അർത്ഥവത്താണ്. ഇതിനകത്ത് അത് തന്നെയാണ് പറയുന്നത്. നമ്മളെ തന്നെ വെടിപ്പാക്കണം. അതിൻ്റെ തെളിവ്, വെടിപ്പായി എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? തെളിവ് തുടർന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നീടുള്ള നമ്മുടെ ജീവിതമാണ് തെളിവ്. അലക്കി വെളുപ്പിച്ച വസ്ത്രം അത് വെളുത്തു എന്നുള്ളത് തെളിവ്. നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അത് നല്ല വെള്ള വസ്ത്രമാണ്. ഇപ്പോൾ പഴയ കറകളൊന്നുമില്ല. ഇവിടെ നമ്മൾ പാപമൊക്കെ ഏറ്റുപറഞ്ഞ് നോമ്പൊക്കെ കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം അതിൻ്റെ ഒരു വെണ്മ അത് മറ്റുള്ളവർ ദർശിക്കണം. അതിൻ്റെ ഒരു പവിത്രത, അതിൻ്റെ ഒരു വിശുദ്ധിയുടെ ഒരു വിശുദ്ധൻ എന്നുള്ള ഒരു വിശുദ്ധ എന്നുള്ള ഒരു തോന്നൽ നമ്മെ കാണുന്നവർക്ക് തോന്നണം. പഴയ രീതിയല്ല, പാപമല്ല, വ്യത്യാസം വന്നിരിക്കുന്നു നോമ്പിന് ശേഷം. വെറുതെ ഭക്ഷണം ഉപേക്ഷിച്ചാൽ ഇറച്ചിയും മീനും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഗുണമില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണ്? ഇന്നത്തെ കാലത്ത് അത് അല്പമല്ലാത്ത ഗുണം നമുക്ക് കിട്ടും. അല്ലേ, ആരോഗ്യത്തിന് നല്ലതാണ്. ഇറച്ചിയും മുട്ടയും വലിയ പാലും മീനൊക്കെ ഒരു 10-40 ദിവസം ഉപേക്ഷിക്കുന്നതാണ് നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ്. അല്ലേ, തീർച്ചയായും. പോക്കറ്റിൽ പണവും കിട്ടും, ആ കിടക്കും, നല്ല കാര്യം. അതല്ല ഉദ്ദേശിക്കുന്നത്. ആന്തരികമായ ശുദ്ധീകരണമാണ്. അതിനെ ഒരു ദിവസം കഴുകിയതല്ലേ, ഇനി എന്തിനാണ് കഴുകുന്നത് എന്നൊരു പക്ഷേ നമ്മൾ പറയുമായിരിക്കും. അല്ലേ, നമ്മുടെ വസ്ത്രങ്ങളൊക്കെ എത്രയോ തവണ കഴുകിയിരിക്കുന്നു, എന്തിനാണ് കഴുകുന്നത്? കഴുകി നമ്മൾ വീണ്ടും ഉപയോഗിക്കാം. അവിടെയാണ് പ്രശ്നം. കഴുകി അലക്കത്തേച്ച് അലമാരിക്കകത്ത് വെച്ചാൽ ഓക്കെ, നോ പ്രോബ്ലം. ഇത് എന്ത് ചെയ്യാണ്? അത് ഇട്ടുകൊണ്ട് നടക്കുക. ഇവിടെ നമ്മൾ പള്ളി കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തോട്ട് ഇറങ്ങുക. അല്ലേ, ചെളി പറ്റാനുള്ള യാതൊരു ഒത്തിരി സാധ്യതകളുണ്ട്. വസ്ത്രം എന്ന് പറയുന്നതാണ് ജീവിതമാണെന്നാണ് വേദവസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ വിശുദ്ധന്മാരുടെ ആ കൂട്ടത്തെ കാണുമ്പോൾ പറയുന്നു, ഇവര് അവരുടെ അങ്കി കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ചിരിക്കും. ജീവിതമാണ് അങ്കി. നല്ല ജീവിതത്തിന് ശക്തി പകരാൻ, നല്ല ജീവിതത്തിന് അതിന് നമുക്ക് കൂടുതൽ പ്രേരണ ലഭിക്കാൻ നോമ്പ് അവസരങ്ങൾ പ്രത്യേകമായി എന്ത് ചെയ്യുക? ദിവസം വായിക്കുക. ഇത് കുടുംബമായിട്ട് നമുക്ക് ചെയ്യാം, വ്യക്തികളായിട്ട് ചെയ്യാം. പ്രത്യേകിച്ച് നോമ്പ് അവസരമായിട്ട് ബന്ധിപ്പിച്ച് പറയുമ്പോൾ കുടുംബ പ്രാർത്ഥന കൂടാതെയുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ വിവക്ഷ ഞാൻ പറഞ്ഞു വരുന്നു. അതുതന്നെയാണ് സാധാരണയുള്ള പ്രാർത്ഥന കൂടാതെയുള്ള പ്രാർത്ഥന, സാധാരണ ഉള്ള വേദവസ്തം വായന അല്ലാതെയുള്ള വേദവസ്തം വായന. അത് നമുക്ക് ആവശ്യമാണ്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് വെടിപ്പാക്കാം. നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഈ വചനത്തിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് പോകുമ്പോൾ അത് തമ്മിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. നോമ്പ് കഴിയുമ്പോൾ നമുക്കും ഒരു പുതിയ മനുഷ്യനായി തീരാം. ദൈവത്തിന് നമ്മിൽ പ്രസാദം തോന്നുമാറ് നമ്മൾ വിശുദ്ധരായി തീരട്ടെ. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവ് ദൈവത്തിന് സകല ബഹുമാനം മഹത്വവും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.